ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും എണീക്കാൻ വളരെ വൈകി ഗൈസ്, കാരണം ഇന്നലെ വേൾഡ് കപ്പ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എണീക്കാനൊക്കെ വൈകി. അപ്പോൾ ഞങ്ങളുടെ എല്ലാം താളം തെറ്റിയിരിക്കുകയാണ്. രാവിലത്തെ മുതൽ ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ. ഇപ്പോൾ തന്നെ സമയം 11 മണി. അപ്പോൾ ഞങ്ങൾ രാവിലത്തേക്ക് ഭക്ഷണം ഇഡ്ഡലി ഉണ്ടാക്കിയത്, അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണെന്ന് നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. പിന്നെ വേറെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ, അതായത് അടിക്കൽ, തുടയ്ക്കൽ, കുളിക്കൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ്. കുട്ടികൾക്കൊന്നും സ്കൂളില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങൾ? എൻ്റെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ തട്ടിക്കൂട്ടി ചിക്കൻ കറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ വേറെ എന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലേക്ക് പോകാം ഗൈസ്, കം ഓൺ. I will make a tatti-kutal curry. അപ്പോൾ ഗൈസ്, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. വെള്ളം ഒഴിക്കാതെ വരട്ടിയെടുക്കുകയാണ് ഗൈസ്. ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടാവണ ഒരു ഫ്രൈ കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ട്. പെപ്പർ ഞാൻ ഇട്ടിട്ടില്ല, കാരണം അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എരിവ് കൂടുമല്ലോ. അപ്പോൾ കുട്ടികൾക്കത് സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് പെപ്പർ ഇട്ടിട്ടില്ല. ബാക്കി ഏകദേശം എല്ലാ ഐറ്റംസും ഇട്ടു. ചിക്കൻ മസാലയും ഞാൻ ഒഴിവാക്കി. നമ്മളുടെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ആ ഒരു മണം മാത്രം നിൽക്കണ ഒരു ടൈപ്പ്. ഇത് ഗ്രേവി, അതായത് നല്ല കറി വെള്ളം പോലെ ആക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചുരുട്ടി എടുത്താൽ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചിക്കൻ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ പുതിയൊരു വീഡിയോ ഇട്ട് വരാം ഗൈസ്. ടാറ്റാ.